എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ യമഹ റൈസെറ്റ് ആർ ഹൈബ്രിഡ് 125ൻ്റെ സ്ട്രീറ്റ് റാലി എഡിഷനാണ്. അതായത് ഈ റൈസെറ്റ് ആർ മോഡലിൽ ഏറ്റവും ഹൈ എൻഡ് മോഡൽ എന്ന് നമുക്ക് പറയാം. സ്ട്രീറ്റ് റാലി എഡിഷനിൽ എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓൺ റോഡ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്, ഡൗൺ പേയ്മെൻറ്റ്, EMI അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്ത് തരാം. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഡെയിലി പുതിയ മോഡൽസിൻ്റെ ടൂ വീലർ ആയിക്കോട്ടെ സ്കൂട്ടേഴ്സ് ആയിക്കോട്ടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ബൈക്കിൻ്റെയും സ്കൂട്ടറിൻ്റെയും കമ്പൈൻഡ് ഡിസൈനാണ്. നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ തുടങ്ങാം. ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ള മിറർ നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ ഹാൻഡിൽ കവർ തന്നെ ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നത് ഹാലജൻ ബൾബാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു വിശേഷം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ നക്കിൾ ഗാർഡ്സ് ആണ്. ഹൈ ക്വാളിറ്റി ഫൈബർ മെറ്റീരിയലിൽ മെയ്ഡ് ചെയ്തുള്ള ഒരു അടിപൊളി നക്കിൾ ഗാർഡ് സ്ട്രീറ്റ് റാലി മോഡലിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. വാഹനത്തിൻ്റെ സൺവൈസറിൽ ബ്ലൂ കോർ ഹൈബ്രിഡിൻ്റെ ഒരു അടിപൊളി ബാഡ്ജിങ് ലഭിക്കുന്നുണ്ട്. നടുവിലായിട്ട് തന്നെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ പൈലറ്റ് ലൈറ്റ് എന്ന് പറയാം. അതിന് ചുറ്റും ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലുള്ളൊരു കോട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഒരു അടിപൊളി നക്കിൾ ഗാർഡ് ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് യമഹയുടെ അടിപൊളി സ്റ്റിക്കർ വർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വാഹനം ചരിഞ്ഞ് വീണാൽ ഫസ്റ്റ് ടച്ച് ചെയ്യുന്ന ഭാഗത്തെല്ലാം തന്നെ അലൂമിനിയത്തിൻ്റെ മെറ്റീരിയലിലുള്ള ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ ഉള്ള ഗാർഡ് ആയതുകൊണ്ട് ആദ്യം അതേ സ്ക്രാച്ച് ആവത്തുള്ളൂ. അതും റീപ്ലേസ് ചെയ്യാൻ വലിയ പൈസ ഒന്നും വരത്തില്ല. പിന്നെ നമുക്ക് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ആണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഫുൾ LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് ബൾബുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ള കളറിലുള്ള അടിപൊളി പ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ സെപ്പറേറ്റ് ബൾബുകളായതുകൊണ്ട് നമുക്ക് ബൾബുകൾക്ക് ലൈഫ് കൂടുതൽ ലഭിക്കുന്നു നമുക്ക് കിട്ടുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ വരുന്നത് 12 ഇഞ്ച് ടയറാണ് വരുന്നത്. അത് ട്യൂബ്ലെസ് ടയറാണ്. അതുകൂടാതെ 12 ഇഞ്ച് അലോയ് വീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട്. അത് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും. ടേണിങ്ങിനും കോർണറിങ്ങിനും എല്ലാം നമ്മൾ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് സിംഗിൾ കാലിബർ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. വെന്റിലേറ്റർ പ്ലേറ്റ്സ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടയർ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 90-12 ട്യൂബ്ലെസ് ടയർ വരുന്നുണ്ട്. അതുകൂടാതെ ഈ വാഹനത്തിൻ്റെ ഈ സ്ട്രീറ്റ് റാലി എഡിഷനിലാണ് ഈ ഒരു പാറ്റേണിലുള്ള ടയേഴ്സും മാത്രം നമുക്ക് ലഭിക്കുന്നത്. വാഹനത്തിൻ്റെ ആകെ വെയിറ്റ് വരുന്നത് 99 കിലോഗ്രാമാണ്. അതായത് ഫുൾ ടാങ്ക് ഫ്യൂവലും എഞ്ചിൻ ഓയിലും അടക്കമുണ്ട് 99 കിലോ വെയിറ്റ് പറയുന്നത്. അപ്പോൾ അത് കുറയാനനുസരിച്ച് വെയിറ്റ് പിന്നെയും കുറയും. 145 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് ഈ സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. എന്നാലും തന്നെയും മില്ലിമീറ്ററിനെ കണക്കേ വരുന്നുള്ളതുകൊണ്ട് അടി തട്ടുകയോ അണ്ടർ ബോഡി ഡാമേജ് വരുമെന്നോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 785 mm മാത്രമേ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നുള്ളൂ. സാധാരണഗതിയിൽ ഈ ഒരു സെഗ്മെൻറ്റിലെല്ലാം ഒരു 800 mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് പോലും സുഖമായിട്ട് വണ്ടി കയറിയിരുന്ന് യാത്ര ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കയറാനും ഇറങ്ങാനും വണ്ടിയിൽ കയറിയിരുന്ന് സ്റ്റാൻഡ് തട്ടി എടുക്കാനും തിരിച്ചുകൊണ്ട് നോക്കാനും പറ്റുന്നതാണ്. ഒരു 5 അടിക്ക് മേളിൽ പൊക്കമുള്ള ആർക്ക് വേണമെങ്കിലും വണ്ടിയിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. 1280 mm ആണ് ടോട്ടൽ വീൽ ബേസ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ, അതായത് ഡാഷ് ബോർഡ്, അതുപോലെ തന്നെ ഫ്രണ്ട് കോക്പിറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ തന്നെ പറയണം. വളരെയധികം ക്ലാഡിങ്സും അതുപോലെ തന്നെ കളർ പാറ്റേൺസും യൂസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു വണ്ടീനെ ഏറ്റവും അധികം മറ്റ് ഈ റേഞ്ചിലുള്ള സ്കൂട്ടറുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൻ്റെ ഡിസൈൻ എന്നുള്ളൊരു ഫാക്ടർ തന്നെയാണ്. വാഹനത്തിൻ്റെ മൾട്ടി ഫംഗ്ഷൻ കീ ആണ്. സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെ. സ്വിച്ചസ് നമുക്ക് വലത്തെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ വലത്തെ സൈഡിൽ 2 സ്വിച്ച് വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റത്തിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അതിന് താഴെ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച് വരും. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക്, ഇടത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഡിമ്മ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഹോൺ വരും. പിന്നെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഫുൾ ഡിജിറ്റൽ മീറ്റർ തന്നെയാണ്. ഒത്തിരി ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് യമഹ കണക്ട് ആപ്പായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ കോൾ, SMS, ആപ്പ് നോട്ടിഫിക്കേഷൻ, അതുകൂടാതെ മൊബൈലിൻ്റെ റേഞ്ച് വരെ കാണിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് വണ്ടിയിലെ ബാക്കി മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. അതായത് വാഹനത്തിൻ്റെ ഫ്യൂൽ റേഞ്ച്, ലാസ്റ്റ് റണ്ണിലെ മൈലേജ്, പിന്നെ അതുകൂടാതെ ബെൽറ്റ്, ഫാൻ ബെൽറ്റിന് കംപ്ലൈൻറ്റ് ഉണ്ടോ, എഞ്ചിൻ ഓയിൽ മോശമാണോ, അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. ട്രിപ്പ് 1, ട്രിപ്പ് 2 ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് റണ്ണിൽ ആവറേജ് മൈലേജ് എത്ര കാണിക്കുന്നുണ്ട്. ടൈം കാണിക്കും. ഓയിലിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ബെൽറ്റിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓഡോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക. താഴെയായിട്ട് ഫ്യൂൽ ഗേജും മേളിലായിട്ട് കിലോമീറ്റർ. നമ്മുടെ സ്പീഡ് കൂടുമ്പോൾ ഇതൊരു എക്കോ മോഡ്, പവർ മോഡ് എന്നൊക്കെ പറയില്ലേ, ഹോണ്ടയിലൊക്കെ അങ്ങനെ കാണിക്കുക. അതൊക്കെ ഇതിലും കാണിച്ചു തരുന്നതാണ്. വാഹനത്തിൻ്റെ സീറ്റ് 2 സ്റ്റെപ്പായിട്ടുള്ള ഡിസൈനാണ്. അതായത് റൈഡറിനും പിനിയനും തമ്മിലുള്ള സീറ്റിൽ ഇരിക്കുന്നതിൽ കുറച്ച് ഹൈറ്റ്, പൊട്ടിക്കൊരു ഹൈറ്റ് വ്യത്യാസം കിട്ടുന്നുണ്ട്. പക്ഷേ ഹൈലി കംഫർട്ടബിൾ സീറ്റാണ്, വീതിയുള്ള സീറ്റാണ്. നമുക്ക് നല്ലപോലെ തൈ സപ്പോർട്ട് കിട്ടും. ഇത്തിരി വണ്ണുള്ള ആൾക്കാർ നല്ലപോലെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. സീറ്റിൻ്റെ കുഷനിങ് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹൈലി സോഫ്റ്റ് ഒന്നുമല്ല, എന്നാൽ അത്ര ഹാർഡും അല്ലാത്ത രീതിയിലുള്ളൊരു കുഷനിങ് ആണ് നമുക്ക് വണ്ടിയിൽ സീറ്റിൽ ലഭിക്കുന്നത്.
ഇതാണ് വാഹനത്തിൻ്റെ റിയർ ഗ്രാബ് റെയിൽ. നല്ല വലിപ്പമുള്ള ഗ്രാബ് റെയിലാണ്, മാറ്റ് ബ്ലാക്ക് കളറുള്ള ഗ്രാബ് റെയിലാണ്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 21 ലിറ്ററാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. നമുക്ക് ഒരു നല്ലൊരു ഫുൾ സൈസ് ഹെൽമെറ്റൊക്കെ സുഖമായിട്ട് കൊള്ളിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കാണ്. 5.2 ലിറ്ററാണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. E20 ഫ്യൂവൽ സപ്പോർട്ടഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ജനറേഷനുള്ള 2025 വരാൻ പോകുന്ന E20 ഫ്യൂവൽ കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്ക് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള ഹാലജൻ ബൾബ് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ടെയിൽ ലൈറ്റ് ലഭിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് സെയിം ടു സെയിം ഹാലജൻ ബൾബ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷനാണ് വരുന്നത്. അത് ഫിക്സഡ് സസ്പെൻഷനാണ്. പക്ഷേ സാധാരണ സ്കൂട്ടർ റേഞ്ചിലേക്കും കുറച്ചുകൂടി പൊക്കമുള്ള സസ്പെൻഷനാണ് നമുക്ക് യമഹയിൽ ലഭിക്കുന്നത്. വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത് 125 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ബ്ലൂ കോർ ഹൈബ്രിഡ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി എഞ്ചിനാണ് വരുന്നത്. മാക്സിമം പവർ 8 bhp എന്ന് പറയാൻ പറ്റില്ല, 1 kW പറയുന്നത്. ടോർക്ക് വരുന്നത് 10 Nm. നമുക്ക് മൈലേജാണ് ഹൈലൈറ്റ്. ഒരു 70-75 മൈലേജ് കിട്ടുന്നുണ്ട്. വാഹനത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിനും സ്റ്റോപ്പിങ്ങിനും അഡീഷണൽ SMG മോട്ടർ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വാഹനത്തിൻ്റെ സ്റ്റാർട്ടിങ് വളരെ സൈലൻ്റ് ആയിരിക്കും. വണ്ടി നമ്മൾ സെൽഫിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അറിയത്തില്ല. വളരെ സൈലൻറ്റ് സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ സെപ്പറേറ്റ് ഒരു മോട്ടർ കണക്ട് ചെയ്തുകൊണ്ട് വാഹനത്തിന് ഹൈബ്രിഡ് ടെക്നോളജി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല പോലെ മൈലേജ് കിട്ടും. 70, 75, 80 കിട്ടുന്ന കസ്റ്റമേഴ്സ് നിലവിലുണ്ട്. ബാക്ക് സൈഡ് ടയർ 110, 90, 10 വരുന്ന ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. 10 ഇഞ്ച് അലോയ് വീൽസ് ലഭിക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 130 mm റിയർ ഡ്രം ബ്രേക്സും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് 1.22 ആണ്.